أعوذ بالله من الشيطان الرجيم. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم صدق الله مولانا العلي العظيم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും നാം എവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അവൻ്റെ ഉദാരതയാൽ നാം എവരുടെയും എല്ലാ ദോഷങ്ങളെയും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെ ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിൽ മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ നിന്നാണ് ഞാൻ ഈ ആയത്ത് നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത്. അല്ലാഹു മഹാന്മാരായ പ്രവാചക ശിഷ്യന്മാരായ മുഹാജിറുകളെയും അൻസാറുകളെയും ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിൽ നിലനിർത്തുകയും അവരെ തുടരുന്നത്, അവരെ അനുധാവനം ചെയ്യുക വഴി അള്ളാഹുവിൻ്റെ തൃപ്തി കരഗതമാക്കാനും സ്വർഗം പൂകാനും കാരണമായി തീരുന്നു എന്ന് പഠിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് മുഹറം മാസത്തിൻ്റെ ആഴ്ചയും ഒന്നാം ആഴ്ചയും അതോടൊപ്പം ആ അർത്ഥത്തിൽ തന്നെ ഹിജറയുടെ തന്നെ കലണ്ടർ പ്രകാരമുള്ള ഒരു വർഷത്തിൻ്റെയും കൂടി ആരംഭമാണ്. 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹിജറയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന്, ഹിജറ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും വളരെ കഠിനമായ പീഡനങ്ങളുടെ കാലങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന്, അതിൻ്റെ നിലനിൽപ്പിന് പോലും ഭീഷണിയാകുന്നൊരു അവസ്ഥ സംജാതമായപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട അനുവാദപ്രകാരം മഹാനായ പ്രവാചകരും സ്വഹാബത്തും മദീനയിലേക്ക് പോകുന്നതാണ് ഹിജറയായി നാം കാണുന്നത്. അതിനു മുമ്പുള്ള ഒരു ഹിജറയും കൂടി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണാനാകും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഇസ്ലാമിക പ്രബോധന കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയ പീഡനങ്ങൾ സഹിക്കാനാവാതെ വന്നപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കളിൽ ചിലരോട് നാടുവിടാൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അബീസീനിയയിലെ നജ്ജാഷി രാജാവിൻ്റെ അടുക്കലേക്ക് മഹാനായ സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യം 12 പേരും പിന്നെ അതിനുശേഷം 33 പേരും നടത്തുന്ന ഹിജ്റയും നാം ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. അതെല്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ പ്രബോധനാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഹിജ്റകളായിരുന്നു. ലോകത്തിൻ്റെ ചരിത്രത്തിലെമ്പാടും ഈ ഹിജ്റകൾ നടക്കാറുണ്ട്. മൈഗ്രേഷൻസ് എന്ന് പറയുന്നതാണ് സത്യത്തിൽ സംസ്കാരങ്ങളുടെ തന്നെ ആദാന പ്രദാനങ്ങൾക്ക് യോഗ്യമാകുന്ന ഒരു വിളനിലമുണ്ടാക്കിയെടുക്കാറുള്ളത്. എല്ലാ കാലത്തുമുണ്ട് അത്തരത്തിലുള്ള മൈഗ്രേഷൻസ്. ലോകത്തിൻ്റെ ചരിത്രത്തിലുള്ള പ്രധാനപ്പെട്ട അത്തരം അങ്ങനെയുള്ള ദേശാന്തര ഗമനങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദേശാന്തര ഗമനമാണ് മഹാനായ സയ്യിദുന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട അനുയായികളാകുന്ന ബനു ഇസ്രായേലരുമായി നടത്തുന്ന ഈജിപ്തിൽ നിന്ന് ബനു ഇസ്രായേലരുടെ നാടെന്ന് ഇപ്പോൾ പറയപ്പെടുന്ന പലസ്തീനിലേക്ക് നടത്തിയ ഹിജ്റ. ആ ഹിജ്റയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ പ്രവാചകൻ സയ്യിദുന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചതാണ്. അങ്ങനെ പ്രവാചകന്മാർ തന്നെ ഒരുപാട് ഹിജ്റകൾ നടത്തിയിട്ടുണ്ട്. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് ഹിജ്റ നടത്തുന്നുണ്ട്. അതൊക്കെയും നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ അത്തരത്തിലുള്ള ഹിജ്റകൾ നടന്നതുകൊണ്ടാണ് ചരിത്രത്തിന്റെ സാംസ്കാരികമായ ഭൂമികകൾ തന്നെ നിലനിന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഹിജ്റയാണ് പിന്നെ മക്കയെന്ന് പറയുന്ന ഭൂവിഭാഗത്തെ സാംസ്കാരിക സമ്പന്നമാക്കിയത്. ആ സംസ്കാരം മുട്ടിട്ടോടത്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനാകുന്നത്. ആ സംസ്കാരങ്ങളുടെ പ്രപിതാമഹനാണ് സയ്യിദുന ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെയും അത്തരത്തിൽ ഒരു യാത്രയായി നമുക്ക് കാണാനാവും. എവിടെയും കാണാം, അങ്ങനെ ഹിജ്റകൾ നിരന്തരം കാണാനാവും.
ഇൻഡോ യൂറോപ്യൻ ഹിജറകളുണ്ട്. അതിൽ നിന്നാകണം ഇറമു വംശജരായ ആര്യന്മാർ ഇറാനിയൻ ഭാഗത്തിലൂടെ കടന്നുവന്ന് സൈന്ധവ നാഗരികതയുടെ സംസ്കാരങ്ങളെ മുഴുവനും പ്രോജ്വലിപ്പിക്കുന്ന വിധം ആര്യ വംശം എന്നർത്ഥത്തിൽ ഉണ്ടായി തീർന്നിരിക്കാൻ സാധ്യത. വിശുദ്ധ ഖുർആൻ ഇറമു വംശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യ വിഭാഗമാണവർ. ഇറമദാത്തിൽ ഉമൂദ് എന്ന് ഖുർആൻ പറയുന്നു. വലിയ ബലവത്തായ ശരീരമുണ്ടായിരുന്ന, ആകാരമുണ്ടായിരുന്നവർ അവർ. പക്ഷേ ആ പ്രവാചകന്മാരെ, അതായത് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തിന് വിരുദ്ധമായി ജീവിച്ചവരാണ്. പക്ഷെ അതേ ഇറമായിരിക്കണം ഒരുപക്ഷെ ആര്യൻ എന്ന് പറയുന്നൊരു വംശത്തിന്റെ കഥ പറയുന്ന ചരിത്രത്തിലെ ഈ വിഭാഗം എന്ന് ചില ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് ഭാഷാശാസ്ത്ര വിശാരദന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഫിലോളജി പ്രകാരം അങ്ങനെ ഒന്ന് പറയുന്നതിൽ തരക്കേടൊന്നുമില്ല എന്ന് തോന്നാറുണ്ട്. കാരണം ഇറമും ആര്യനും തമ്മിലുള്ള വലിയ ബന്ധമുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് സെമിറ്റിക് വംശങ്ങളുടെ യാത്രകൾ, ആര്യവംശത്തിന്റെ യാത്രകൾ, പ്രവാചകന്മാരുടെ യാത്രകൾ, മഹാനായ സയ്യിദുന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യാത്ര. മൂസ നബി അലൈഹി സ്വലാമിന്റെ യാത്രയെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത് ഫിർഔനിന്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാത്രകളിൽ ഒന്നായിരുന്നു. ഖുർആൻ അവിടെ പറയുന്നത് കാണാം, നുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർള് വനജ്അലഹും അഇമ്മതൻ വനജ്അലഹുമുൽ വാരിസീൻ. നുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർള്. ഭൂമിയിലെ ദുർബലരായ ഒരു ജനവിഭാഗത്തിന്റെ ഉദ്ധാനം നാം ആഗ്രഹിക്കുന്നു. ആ പ്രയോഗത്തെ നിങ്ങൾ കൃത്യമായി പഠിക്കണം. ചരിത്രത്തിൽ നടന്ന എല്ലാ മൈഗ്രേഷനും, ഇപ്പോഴും നടക്കുന്ന ഈ മൈഗ്രേഷൻസുകളൊക്കെയും പ്രധാനമായി നിൽക്കുന്നത് മനുഷ്യന്റെ അഭിമാനക്ഷതം സംഭവിച്ചുപോയ മനുഷ്യന്റെ, ദുർബലനായ മനുഷ്യന്റെ ജീവിക്കാനുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള യാത്രകളായി തന്നെയാണ് പരിണമിക്കാറ്. അതുകൊണ്ടാണ് ഇന്നും അത് നടക്കുന്നു. സിറിയയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ കവാടങ്ങളിലേക്ക് നിരന്തരമായ മൈഗ്രേഷൻ നടക്കുന്നു. ആ മൈഗ്രേഷനിടക്ക് മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളുടെ കഥകൾ നിരന്തരമായി നമ്മുടെ കണ്ണീർ തടങ്ങളെപ്പോലെ നമ്മൾ കാണുന്നു. ഐലാൻ കുർദിയെ പോലെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ മരിച്ചുപോയതിന്റെ കഥകൾ നമ്മൾ നിരന്തരം വായിച്ചു തീർക്കുന്നു. ഞാൻ പറയുന്നത്, അങ്ങനെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട അത്തരം മൈഗ്രേഷനുകളിൽ പ്രധാനമായി നിൽക്കുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ എക്സോഡസ്, ആ ദേശാന്തര ഗമനത്തെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർള്. ഭൂമിയിലെ ദുർബലനെ നന്മ ചെയ്യാൻ നാം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ലോകത്ത് ഒരു ദർശനത്തിന്റെയും അടിവരയിടാവുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന നിലയിൽ ഇത് പറയപ്പെട്ടിട്ടുണ്ടാവില്ല. കമ്മ്യൂണിസത്തിന് അതിന്റെ മാനിഫെസ്റ്റോ പറയുക തൊഴിലാളി എന്ന് പറയുന്ന അടിസ്ഥാന വർഗത്തിന്റെ വിമോചനമാണെന്നാണ്. പക്ഷെ ഇസ്ലാമിന് അതിന്റെ അടിസ്ഥാന വർഗം എന്ന് പറയുന്നത് എപ്പോഴും ദുർബലനാണ്. അവൻ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ അടിമയാണോ ഉടമയാണോ എന്നതിനേക്കാളും പ്രധാനമാണ് ആ ദുർബലൻ. ലോകത്ത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് എമ്പാടും കാണാൻ കഴിയുന്നത് ആ ദുർബലന്റെ വിമോചനം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമായി ഇസ്ലാം എപ്പോഴും നിലനിന്നു എന്നതാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും കാണാനാവുന്നത് അതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെയുണ്ടായിരുന്നതിൽ പ്രബലർ എന്ന് പറയുന്നതൊക്കെയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ഏറ്റവും ദുർബലരായിരുന്നു. മഹാനായ ബിലാൽ ഇബ്നു റബാഹ്, മഹാനായ അമ്മാർ ഇബ്നു യാസിർ, മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിരന്തരം നബിയെ തന്നെ ഇങ്ങനെ പരിശീലിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നബിയെ, ആ ദുർബലരായ മനുഷ്യരുടെ ഉന്നമനത്തിനപ്പുറം ഒരു വരേണ്യനായ മനുഷ്യന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതല്ല നബിയെ അങ്ങേക്ക് ഉത്തമം എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മക്കത്തു ഷരീഫയുടെ, കഅബത്തു ഷരീഫയുടെ ചാരത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ നബിയുടെ കൂടെ കുറെ വരേണ്യരായ ഖുറൈശി പ്രമാണിമാർ ഒരുമിച്ച് കൂടി. ആ ഖുറൈശി പ്രമാണികൾ ഒരുമിച്ച് കൂടിയ സദസ്സിലിരുന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു. ആ സമയത്ത് അങ്ങനൊരു സംഭവമൊന്നും അറിയാത്തൊരു മനുഷ്യൻ, അന്ധനായ മനുഷ്യൻ കടന്നു വന്നിട്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അല്ലിംനി മാ അല്ലമക യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നത് എനിക്കൊന്ന് പഠിപ്പിച്ചു തന്നാലും. അത് കേൾക്കുമ്പോ നബി തിരുമേനിയുടെ മനസ്സിലും മുഖത്തുമുണ്ടായ ഭാവമാറ്റം, ആകാശങ്ങൾ തുറന്നു വരാൻ ജിബ്രീലിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയക്കുകയാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് പടച്ചതമ്പുരാൻ ആ പാവപ്പെട്ട അന്ധനായ മനുഷ്യന്റെ മനോവികാരത്തിന്റെ മുമ്പിൽ പ്രവാചകനുണ്ടായ ഭാവമാറ്റത്തെ സമ്മതിച്ചു കൊടുക്കുന്നില്ല. അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ. ഒരു അന്ധൻ വന്നപ്പോ നബിയെ അങ്ങ് മുഖം ചൊളിച്ചോ?
അങ്ങ് എന്ന് നേരിട്ട് സംബോധന പോലും ചെയ്യുന്നില്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അബസ, മുഹമ്മദ് നബി മുഖം ചൊളിച്ചു, വതവല്ല, പിന്തിരിയുകയും ചെയ്തു. അൻജാഅഹുൽ അമ, അന്ധനായൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, നബിയെ, ഈ പാവപ്പെട്ടവനുണ്ടല്ലോ, ഈ പാവപ്പെട്ടവൻ ഓടി വരികയാണ് അങ്ങയുടെ മുമ്പിലേക്ക്, അങ്ങയെ കേൾക്കാൻ, അങ്ങയുടെ പരിശുദ്ധമായ ബോധനങ്ങൾ തന്റെ ജീവിതമാക്കി തീർക്കാൻ. അങ്ങയിലേക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വഹയുകൾ അത് തന്റെ ജീവിതത്തിന്റെ നിരന്തരമായ പാഠങ്ങളാക്കി മാറ്റാൻ വേണ്ടി ആഗ്രഹിച്ചാണ് ഈ മഹാനായ മനുഷ്യൻ അങ്ങയുടെ മുമ്പിലെത്തിയത്. പക്ഷേ അങ്ങ് മുഖം തിരിച്ചു. അങ്ങ് കുറെ വരേണ്യരായ ഖുറൈശി പ്രമുഖന്മാരുടെ നേരെ മാത്രം നോക്കി. ലഅല്ലക് വമാ അദ്റാക്, എന്താണ് നബി അങ്ങ് മനസ്സിലാക്കിയത്? ഈ മനുഷ്യൻ സംസ്കാരം സിദ്ധിക്കുകയും അവർ ആ പ്രമാണിമാർ അങ്ങേ വിട്ടു പോവുകയും ചെയ്തു കൊള്ളണമെന്നില്ലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനുണ്ടായ ഹൃദയവികാരം ചരിത്രം ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് കാണാം. നബി തിരുമേനി പിന്നീട് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം, ചരിഞ്ഞിരിക്കേണ്ട ഒരാവശ്യം നിങ്ങൾക്കില്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇരിക്കരുത്, ഇത് പള്ളിയാണ്. നിങ്ങളുടെ മുതുകിനോ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ വേദനയുണ്ടെങ്കിൽ ഞാനൊന്നും പറയില്ല. പ്രായമായ ആളുകളുണ്ടാവും. പക്ഷെ അല്ലാത്തൊരു അലസമായ ഭാവം, ഞാനീ പറഞ്ഞു തരുന്നതിനോടും ഒരു വൈമുഖ്യം കാണിക്കലാണ് ഒന്ന്. രണ്ടാമത്തത് മസ്ജിദിനോടുള്ള അനാദരവാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഇരിക്കരുത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, പറയേണ്ട സമയത്ത് പറയുക എന്നതുകൊണ്ട് മാത്രം ചെയ്തതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയവികാരം ഇങ്ങനെ ചരിത്രം രേഖപ്പെടുത്തുന്നു. പിന്നീട് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോഴൊക്കെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഉത്തരീയമെടുത്ത് വിരിച്ചു കൊടുത്തിട്ട് പറയുമായിരുന്നു, മർഹബൻ ലിമൻ അത്തബനി ഫീഹി റബ്ബി, എന്റെ രക്ഷിതാവ് ആരുടെ കാര്യത്തിലാണോ എന്നെ ആക്ഷേപിച്ചത് ആ മനുഷ്യന് സ്വാഗതമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രഗൽഭനായ ദ ബൈബിൾ ദ ഖുർആൻ ആൻഡ് സയൻസ് എന്ന പുസ്തകം എഴുതിയ മോറിസ് ബുക്കൈൽ ആ പുസ്തകത്തിന്റെ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഓതന്റിസിറ്റിയെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിന്റെ ആധികാരികത പറയുന്നിടത്ത് അദ്ദേഹം ഏറ്റവും ആദ്യം കൊടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വിശുദ്ധ ഖുർആനിൽ പ്രവാചകന് കൈവക്കാമായിരുന്നുവെങ്കിൽ, നബി തിരുമേനിക്ക് ഏതെങ്കിലും ഒരു ആയത്തിന്റെ കാര്യത്തിൽ പ്രത്യേകാധികാരം വച്ച് തിരുത്താമായിരുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആനിലെ ഈ പ്രധാനപ്പെട്ട ആയത്ത് നബി തിരുമേനി തിരുത്തുമായിരുന്നു. അതായത് തിരുത്തുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹുവിന്റെ പ്രവാചകനെങ്കിലും കൈകടത്താൻ എന്തെങ്കിലും അധികാരമുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതിന്റെ അർത്ഥം അത്രമേൽ ആധികാരികവും യാതൊരു തരത്തിലുള്ള കളങ്കവുമില്ലാത്ത വിധം നിലനിൽക്കുന്നുണ്ട് ഖുർആൻ എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, താങ്ക്സ് ടു ഇറ്റ്സ് അൺഡിസ്പ്യൂട്ടഡ് ഓതന്റിസിറ്റി, ഈ അവിതർക്കിതമായ ആധികാരികതക്ക് നന്ദി. ഒരു തരത്തിലുമുള്ള തർക്കവുമില്ലാത്ത വിധം അത് നിലനിൽക്കുകയാണ്. നബി തിരുമേനിയെ ആക്ഷേപിക്കുന്നു എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ആലോചിക്കണം. അത് പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ നല്ല നിലയിൽ എടുക്കുകയും പ്രവാചകൻ പിന്നെ മഹാന്മാരായ ഈ സ്വഹാബാക്കൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാവപ്പെട്ട സ്വഹാബാക്കൾക്ക് വേണ്ടി മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ദേഷ്യപ്പെട്ട് റസൂലുള്ളാഹിയുടെ അടുക്കൽ വരുന്നുണ്ട്. എന്നിട്ട് അബൂബക്കർ പറഞ്ഞു, ഞാൻ ബിലാലും അമ്മാറും അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമും കൂടിയിരിക്കുമ്പോ അവർ അബൂ സുഫിയാനെ ആക്ഷേപിച്ചത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചുപോയി, ഞാൻ അവരോട് ദേഷ്യപ്പെട്ട് വരികയാണ് നബിയെ എന്ന്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾ ആരോടാ ദേഷ്യപ്പെട്ടത്? ആ വിഭാഗം ആളുകളോട് ദേഷ്യപ്പെട്ടാൽ, നിങ്ങൾ അങ്ങനെ അവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലഖദ് അഗ്ലബത റബ്ബക, നിങ്ങൾ നിങ്ങളുടെ തമ്പുരാനോടാണ് ദേഷ്യപ്പെട്ടതെന്ന് ഓർക്കണമെന്ന് സയ്യിദുനാ റസൂൽ. ഇന്നും എത്രമേൽ വലിയ ആർഷ സംസ്കൃതിയെക്കുറിച്ച് വലിയ വായിൽ വർത്തമാനം പറയുമ്പോഴും ബ്രാഹ്മണന് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യനെ അംഗീകരിക്കാൻ സാധ്യമാകാതെ പോകുന്നിടത്താണ് നിഷ്ഠൂരമാം വിധം മണൽക്കാട്ടിലിട്ട് പീഡനങ്ങൾ ഏൽപ്പിച്ച് മരിച്ചു പോകുമോ എന്ന് ശങ്കിച്ചു നിൽക്കുന്ന സമയത്ത് ഈ മനുഷ്യനെ നിങ്ങൾ എന്തിനു കൊല്ലണമെന്ന് ചോദിച്ചോടിച്ചെന്നിട്ട് നിങ്ങൾക്ക് എത്ര നാണയം വേണം ഈ മനുഷ്യനെ ഞാൻ മോചിപ്പിച്ചാലെന്ന് ചോദിക്കുമ്പോ മരിച്ചു പോകാനിടയുണ്ട് ഇയാൾ എന്ന് മനസ്സിലാക്കിയ ഉമയ്യയുടെ കിങ്കരന്മാർ അവസാനം ബിലാലിനെ കൈപിടിച്ചേൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് അബൂബക്കറിന്റെ കയ്യിൽ. അതെ, അബൂബക്കർ ബിലാലിന്റെ യജമാന തുല്യനാണ്. പക്ഷേ അബൂബക്കർ ഓടിച്ചെന്ന് പറയുന്നുണ്ട് ബിലാലിന്റെ മുമ്പിൽ, ബിലാൽ,
കുറച്ചു മുമ്പ് അബൂ സുഫിയാനു നേരെ നിങ്ങൾ പറഞ്ഞ വർത്തമാനം കേട്ട് ഞാൻ ദേഷ്യപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ എന്നോടെന്റെ ഹബീബ് പറയുന്നു, നിങ്ങളുടെ അടുക്കൽ വന്ന് മാപ്പ് ചോദിക്കണമെന്ന്. ആരുടെ അടുക്കൽ വന്ന്? ഒരു കാലത്തൊന്ന് വലിയ വായിലൊന്ന് പാട്ടുപാടാൻ പോലും അനുവാദമില്ലാതിരുന്ന, പാരതന്ത്ര്യത്തിന്റെ മാത്രം പ്രതീകമായിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് യജമാനന് തുല്യനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ബിലാൽ, അങ്ങയോട് ദേഷ്യപ്പെട്ടുവെങ്കിൽ എന്നോട് എന്റെ തമ്പുരാൻ കോപിക്കുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖിനെ പഠിപ്പിക്കുന്നു എന്നായിരുന്നു സയ്യിദുനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ പറഞ്ഞു വരുന്നത് അതുതന്നെയാണ് വിശുദ്ധ ഖുർആൻ ഊന്നി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നുരീദു അൻ നമുന്ന അലല്ലദീന സ്തുദ്ഇഫു ഫിൽ അർള്. ഭൂമിയിലെ ദുർബലൻ, ആ ദുർബലന്റെ മേന്മയാകുന്നു അല്ലാഹുവിന്റെ ഉദ്ദേശം. വനജഅലഹും അഇമ്മത്തൻ വനജഅലഹുൽ വാരിസീൻ. അവനെ ഭൂമിയുടെ ഇമാമാക്കാനും അവൻ ഭൂമിയുടെ അനന്തരാവകാശിയാകാനുമാണ് അല്ലാഹു ആഗ്രഹിക്കുന്നത്. ഇതൊരു ഹിജ്റയാണ്. ആ ഹിജ്റ കണ്ടിട്ടാണ് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ജൂതന്മാരായ സഹോദരന്മാർ പ്രത്യേകമായ ചില ആചാരങ്ങൾ കാണിക്കുന്നത് കണ്ടപ്പോൾ, നോമ്പ് നോക്കുന്നത് കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് നോമ്പ് നോക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രിയപ്പെട്ട മൂസ ബനു ഇസ്രായേലിരുന്ന ഞങ്ങളുടെ ഈ ജനതയെ മോചിപ്പിച്ചു കൊണ്ടുവന്ന ദിവസമാണ്, ഈ ദിവസത്തിന്റെ ആചരണമായിട്ടാണ് ഞങ്ങൾ നോമ്പ് നോക്കുന്നത് എന്ന്. മുഹറം 10 ആ നോമ്പ് നോക്കുമ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞങ്ങളാണ് മൂസയോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ആളുകൾ. കാരണം നമ്മൾ മുസ്ലിങ്ങളാണ്. ഇസ്ലാമിന്റെ പ്രവാചകൻ എന്ന നിലയിൽ മനുഷ്യവിമോചനത്തിന്റെ ഈ മഹാദൂതനായി വന്ന മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അതേ മാനവ വിമോചനത്തിന്റെ മറ്റൊരു വലിപ്പമുള്ള പേരാകുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞങ്ങളാണ് സയ്യിദുനാ മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ഏറ്റവും അടുത്ത ആളുകൾ. അതുകൊണ്ട് ലഇൻ ബഖീതു ഇലാ ഖാബിൽ, അടുത്ത വർഷവും കൂടി ഞാൻ ജീവിക്കുമെങ്കിൽ ലഅസൂമന്ന താസിഅൻ, 9 കൂടി ഞാൻ നിർവഹിക്കുമായിരുന്നു എന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടെ മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഹിജ്റയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം പഠിക്കേണ്ട പ്രധാന കാര്യം, ഹിജ്റയ്ക്ക് മറ്റൊരു അസ്തിത്വബോധമുണ്ട്. മദീനയിലേക്കുള്ള മഹാന്മാരായ സ്വഹാബത്തിന്റെ ഹിജ്റയാകട്ടെ, ആ ഹിജ്റയുടെ ഓർമ്മയെന്ന നിലയിൽ ഈ മുഹറം എന്ന് പറയുന്നത് ഹിജ്റ കലണ്ടറാക്കി മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു അംഗീകരിക്കുമ്പോഴും, യഥാർത്ഥത്തിൽ ഹിജ്റ നടന്നത് മുഹറമിൽ അല്ലെങ്കിലും റബീഉൽ അവ്വലിലാണ് യഥാർത്ഥത്തിൽ ഹിജ്റ നടന്നതെങ്കിലും, ഹിജ്റയുടെ ഒരു കലണ്ടർ എന്ന നിലയിൽ മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇത് അംഗീകരിക്കുമ്പോൾ, ഈ രണ്ടു കാര്യങ്ങളിൽ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഏതു ജനതയിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സാംസ്കാരികമായ അസ്തിത്വം എല്ലാ കാലത്തും മുസ്ലിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന പാഠം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിന്റെ അർത്ഥം, ഇങ്ങനെയൊക്കെ ഇപ്പോ പറയുമ്പോഴുണ്ടാകുന്ന അപകടം, എല്ലാ കാര്യത്തിലും മുസ്ലിങ്ങളുടെ അസ്തിത്വപരമായ സാംസ്കാരികമായ വ്യതിരിക്തത നിലനിർത്തണമെന്ന് പറഞ്ഞാൽ മറ്റൊരു സംസ്കാരത്തെ തകർത്തുതരിപ്പണമാക്കണമെന്നോ അല്ലെങ്കിൽ അവരോട് മുഴുവനും എതിർത്തു നിൽക്കണമെന്നോ അല്ല. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു അസ്തിത്വമുണ്ട്, ആ അസ്തിത്വം നിലനിർത്തേണ്ടതുണ്ട്. നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട്, ആ രീതിയെ നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞത്. അതായത് 10 അല്ല, 1 കൂടി കൂട്ടിപ്പിടിക്കുകയാണ്. എന്തിനെന്നാൽ ഒരൽപ്പം വൈജാത്യം, ഒരു വ്യതിരിക്തത ആവശ്യമായതുകൊണ്ട്. അതുതന്നെയാണ് മറ്റു കലണ്ടറുകൾ ഉണ്ടായിരുന്ന ലോകത്ത് മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ എടുക്കാൻ തീരുമാനം. കാരണം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനമെടുത്തു, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ഒരു കലണ്ടർ വേണം. ആ കലണ്ടർ എവിടെ നിന്ന് തുടങ്ങണം? അതിന് ഏറ്റവും പ്രധാനമായത് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത സംഭവമായി മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു കാണുന്നത് ഹിജ്റയാണ്. കാരണം 2 കാലങ്ങളുടെ ചിത്രമാണിത്. ഒരു കാലം പീഡനങ്ങളുടെ കാലം, മറ്റേതോ നിർമ്മാണാത്മകമായ വിജയങ്ങളുടെ കാലം. അതായത് മക്കയുടെ കാലം എന്ന് പറയുന്നത് പരാധീനതയുടെയും ദൈന്യതയുടെയും പീഡനങ്ങളുടെയും കാലം, കഠിനമായ പീഡനങ്ങളുടെ കാലം. വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അനുഭവിച്ച വേദനകളുടെ തീരാവേദനകളുടെ കടലാണ് യഥാർത്ഥത്തിൽ മക്കാകാലം. അന്ന് അനുഭവിച്ച വേദനകൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ എമ്പാടും അനുഭവിച്ചാലും അത്ര തുല്യമായ ഒരു അനുഭവം ഒരിക്കലും ഒരു മനുഷ്യനുണ്ടാവില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ചുള്ള തീരാ ദുരിതങ്ങൾ സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ വലുതാണിത്. സ്വന്തം മക്കളെ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ
ഖബറെടുക്കേണ്ടി വന്ന, തന്റെ സ്വന്തം കൈകൊണ്ട് തന്നെ ഖബറെടുക്കേണ്ടി വന്ന ഒരു പിതാവിനെ അറിയുമോ? അത് മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പ്രിയപ്പെട്ട ആൺകുട്ടികൾ, പിന്നെ മാരിയയിൽ ജനിച്ചിട്ടുള്ള മറ്റൊരു ആൺകുട്ടിയെയും, പിന്നെ ഫാത്തിമയല്ലാത്തവർ, അവരെയെല്ലാം തന്റെ കൈകൊണ്ട് ഖബറടക്കേണ്ടി വന്ന മുഹമ്മദ് നബി അല്ലേ? നബി തിരുമേനി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ, അവരെല്ലാം മരിച്ചുപോയതും പ്രധാനമായും മക്കാകാലത്താണ്. അബൂ താലിബിന്റെ മരണം നബിയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച മരണങ്ങളിലൊന്നാണ് അബൂ താലിബിന്റെ മരണം. നബി അതുപോലെ വേദനിപ്പിച്ച മറ്റൊരു മരണമാണ് അബൂ താലിബിന്റെ ഭാര്യയാകുന്ന ഫാത്തിമ ബിന്ത് സഅദിന്റെ മരണം. അതിനേക്കാളേറെ വേദനയോടുകൂടി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കുന്ന മരണമാണ് അഷ്റഫുൽ ഖൽഖിന്റെ ഹൃദയം വേർപ്പെട്ടു പോകുന്നത് പോലെ വേദനിപ്പിച്ച മരണമാണ് സയ്യിദത്തുനാ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം. ഈ മരണങ്ങളെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ദുഃഖകാലങ്ങളിലാണ്. അബൂ താലിബ് വഫാത്താകുന്നു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തണൽ മരം പോലെ വിരിഞ്ഞു നിന്നിരുന്നതാണ് അബൂ താലിബ് എന്ന് പറയുന്ന വടവൃക്ഷം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധനവുമായി മുന്നോട്ട് പോകുമ്പോൾ, മോനെ, നീ ഇവരുടെ ഈ കഠിനമായ പീഡനങ്ങൾ നിനക്ക് സഹിക്കേണ്ടി വരികയും എനിക്ക് പേടി തോന്നുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോഴും, പിതൃവ്യ, എന്റെ 2 കൈകളിൽ സൂര്യചന്ദ്രന്മാരെ വച്ചു തന്നാൽ പോലും ഞാനിത് നിർത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ സയ്യിദുനാ റസൂൽ, എങ്കിൽ എന്റെ പൊന്നുമോൻ മുന്നോട്ട് പോ, ഞാനുണ്ടാകും തണലായി എന്ന് പറഞ്ഞ അബൂ താലിബ്. പക്ഷേ അബൂ താലിബ് വഫാത്തായി. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ വേദനിച്ചു. അബൂ താലിബിന്റെ ഭാര്യയാകുന്ന ഫാത്തിമ എന്നവർ വഫാത്തായി. ഒരു പക്ഷേ ചരിത്രത്തിൽ ഒരു പെണ്ണിന് വേണ്ടി ഇത്രയേറെ പ്രാർത്ഥിച്ച മറ്റൊരു നിമിഷമില്ല. നബി തിരുമേനി ആ ഖബറിലേക്ക് ഇറങ്ങിക്കിടന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെന്റെ ഉമ്മയാണ്, എന്റെ ഉമ്മയാണ്. എന്നെ പരിപാലിക്കുന്നതിൽ അലിയിനേക്കാൾ കൂടുതൽ ശ്രദ്ധ പുലർത്തിയിരുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. തന്റെ പൊന്നുമക്കൾക്ക് വസ്ത്രം കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് വസ്ത്രം തന്ന ഉമ്മയാണ്. എന്നെ കുളിപ്പിച്ചിട്ടല്ലാതെ അലിയിനും മറ്റുള്ളവർക്കും കുളിപ്പിക്കാനോ പാകം ചെയ്ത ഭക്ഷണം കൊടുക്കാനോ തയ്യാറാകാതെ നിന്ന ഉമ്മയാണ്. അതുകൊണ്ട് ഫാത്തിമ എന്ന എന്റെ ഉമ്മ ഖബറിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടാതിരിക്കണമേ എന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നുണ്ട്. നബി തിരുമേനിയുടെ പ്രിയപ്പെട്ടവൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ. എന്നു മാത്രമല്ല, ആ കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി അനുഭവിച്ച ഏറ്റവും വലിയ വേദനയാണ് 3 കൊല്ലം. മഹാനായ അബൂ താലിബിന്റെയും കാലഘട്ടത്തിലാണ് ശുഅബ് അബീ താലിബ് ഉണ്ടാകുന്നത്. പച്ചിലകൾ മാത്രം തിന്നിട്ട് വിസർജിക്കുന്നത് മുഴുവനും സാധാരണ ജന്തുക്കൾ വിസർജിക്കുന്നത് പോലെ വിസർജിക്കുന്ന വിധം അത്രമേൽ ഭീകരമായ ഉപരോധത്തിന് നബി തിരുമേനിയും സഹാബത്തും വിധേയമായി. അങ്ങനെയെല്ലാം കഴിയുമ്പോഴാണ് പിന്നെയും കൊല ചെയ്യുമെന്ന വാദം അവർ ഉയർത്തിപ്പിടിക്കുന്ന സമയത്താണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചത്, പോകാം നിങ്ങൾക്ക് മദീനയിലേക്ക്. മദീന അതിനു മുമ്പേ ഒരുങ്ങിയിരുന്നു. മദീനയിൽ നിന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ നേരത്തെ തന്നെ വന്നിരുന്നു. മദീനയുടെ ഓരോ വീട്ടിലും അവർ പ്രബോധനം ചെയ്തിരുന്നു. മദീനയുടെ ഓരോ വീടകങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മകൾ ഉണ്ടായിരുന്നു. 1-ാം തവണ വന്ന് പിന്നീട് 2-ാം തവണ വന്ന മഹാന്മാരായ അൻസാറുകളുടെ മുമ്പിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കരാർ ചെയ്തത്. അങ്ങോട്ട് വരണമെന്നായിരുന്നു അൻസാറുകളുടെ കരാർ. അങ്ങോട്ടെത്തിയാൽ മദീനയുടെ പ്രാന്തങ്ങൾക്കുള്ളിൽ വച്ച് അങ്ങയുടെ പരിശുദ്ധമായ മതത്തിന്റെ പ്രബോധനവുമായി ബന്ധപ്പെട്ട് യാതൊരർത്ഥത്തിലും എന്തു വന്ന അപകടത്തെയും തരണം ചെയ്യാൻ ഞങ്ങൾ അൻസാറുകൾ തയ്യാറാണ് എന്നായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകരുമായി നടത്തിയിട്ടുള്ള ആ സന്ധി. ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ചൊല്ലുന്നത്. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ ഇതുപോലെ മനോഹരമായ നിമിഷങ്ങൾ വേറെ കാണാനില്ല. ചരിത്രത്തിൽ മറ്റൊരു സമയത്തും ഇങ്ങനെ നമുക്ക് കാണാനേ സാധ്യമല്ല. കാരണം എങ്ങോ നിന്ന് വരുന്ന, എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്ന് വരുന്ന മനുഷ്യന്മാരെ സ്വീകരിക്കുക മാത്രമല്ല അവർ ചെയ്തത്, തങ്ങളുടെ ഭാര്യമാരിൽ സുന്ദരിമാരായ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലിയിട്ട്, മുഹാജിരി സഹോദര, താങ്കൾക്ക് ഇത് മതി എന്ന് പറഞ്ഞ് കൊടുക്കാൻ മാത്രമുള്ള മനസ്സു കാണിച്ചു അൻസാറുകൾ. നിങ്ങൾക്ക് ഏറ്റവും ലാഭമുള്ള എന്റെ കച്ചവടം ഞാനങ്ങ് വീതിച്ചു തരട്ടെ എന്ന് ചോദിച്ച സ്വഹാബാക്കൾ. അങ്ങനെ തങ്ങളുടെ സ്വത്തും അതുപോലെ തന്നെ തങ്ങളുടെ കുടുംബവും ഭാഗിച്ചു കൊടുക്കുന്നോടത്ത് മനസ്സു കാണിച്ചവരാണ് മഹാന്മാരായ സ്വഹാബാക്കൾ. നിങ്ങളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, അന്യദേശക്കാരൻ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നോടത്തല്ല, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്ന് പറഞ്ഞ് നെഞ്ചിലേക്ക് സ്വീകരിക്കുന്നോടത്തായിരുന്നു അൻസാറിന്റെ വലിപ്പം അറിയേണ്ടത്. ഇന്ന് നാം അന്യ സംസ്ഥാനക്കാരൻ നായയെ പോലെ പലപ്പോഴും അങ്ങനെ ആട്ടുന്ന തരത്തിലേക്ക് പോലും മാറുമ്പോ അവനും ഒരു മുസ്ലിമാണ്, അല്ലെങ്കിൽ അവനൊരു മനുഷ്യനാണെന്ന ചിന്ത പോലും ഇല്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ വലിയ വലിയ
കവന കലയിൽ വലിപ്പമുണ്ടെന്ന് പറയുന്ന പെണ്ണുങ്ങൾക്ക് പോലും അന്യനാട്ടിൽ നിന്ന് വരുന്ന ഒരു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാവപ്പെട്ട മനുഷ്യരോട് മഹാവിദ്വേഷം തോന്നുന്നത്. സുഗതകുമാരി പറഞ്ഞത് നമ്മൾ കേട്ടത് അതുകൊണ്ടാണ്. സത്യത്തിൽ അങ്ങനെയുള്ള ചില ക്രമസമാധാന പ്രശ്നങ്ങളോ സാമൂഹിക പ്രശ്നങ്ങളോ ഇവിടെ ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ മനുഷ്യനെ മനുഷ്യനായി കാണാൻ അതിർത്തിയുടെ ഭേദങ്ങൾ വേണോ? മനുഷ്യനെ മനുഷ്യനായി കാണാൻ ദേശാന്തരങ്ങളുടെ ഭേദങ്ങൾ വേണോ? ആ ദേശാന്തരങ്ങൾ കടന്നു വന്നവന്റെ കൈകളിലേക്ക് പിടിച്ച് നിങ്ങൾ എന്റെ സഹോദരനാണെന്ന് പറയാൻ ചരിത്രത്തിൽ കാണുന്ന ഏറ്റവും നല്ല ഉദാഹരണം ഹിജ്റയാണ്. ഹിജ്റയിൽ അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട മുഹാജിറുകൾ, ആ മുഹാജിറുകളുടെ കൈപിടിച്ചിട്ട് അത്രമേൽ വലിയ സൗഹൃദം കാണിക്കാൻ ചരിത്രത്തിൽ എവിടെയും കാണിച്ചു കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറയുന്നത്, ഈ ഒരു സാഹോദര്യ ബന്ധം ഒരു കാലത്ത് പരസ്പരം തമ്മിലടിച്ചിരുന്നവർ, കൊല ചെയ്തിരുന്നവർ, രക്തം മാത്രം ഉത്തരം പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മരിച്ചു വീഴുമോ എന്ന് ഭയക്കുന്ന യുദ്ധക്കളത്തിൽ അവസാനം മരിച്ചു വീഴാൻ പോകുന്നതിന്റെ അവസാനത്തെ ശ്വാസത്തിന്റെ മുമ്പിൽ പോലും തന്റെ തൊട്ടടുത്ത സഹോദരന് വെള്ളം വേണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൊടുത്തോളൂ വെള്ളം, എനിക്കാവശ്യമില്ലെന്ന് പറയുന്ന വിധം അത്രമേൽ വലിയ സാഹോദര്യത്തിന്റെ വലിപ്പത്തിലേക്കാണ് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഏൽപ്പിച്ചത്. ഈ സാഹോദര്യമാണ് ലോകത്ത് തിരിച്ചു വരേണ്ടത്. ഈ സാഹോദര്യം മുസ്ലിം ഉമ്മത്തിന് തിരിച്ചു വരേണ്ടതുണ്ട്. പരസ്പരം കഴുത്തെറുക്കാനും തമ്മിലടിക്കാനും പരസ്പരം പോരടിച്ചും ഇല്ലായ്മ ചെയ്യപ്പെടാനും തീരുമാനിക്കുന്നതിന് മുമ്പ് മുസ്ലിം ലോകത്തിന്റെ എല്ലാ കാലത്തെയും ചരിത്രത്തെ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയുന്നത് ഈ പ്രവാചക കാലത്തിന്റെ സുന്ദരമായ നിമിഷങ്ങൾ ഓർക്കുക. അവിടെ ഉണ്ടായിരുന്ന സാഹോദര്യ ബന്ധം വളരെ പ്രധാനമാണ്. അവർ തമ്മിലുണ്ടായിരുന്ന ബാന്ധവം, അവർ തമ്മിലുണ്ടായിരുന്ന സാഹോദര്യം പ്രധാനമാണ്. അവർ പരസ്പരം കൊടുത്തവരാണ്. ഒരാൾ ഇങ്ങോട്ട് വന്നു, എല്ലാം ത്യജിച്ചിട്ടാണ് വന്നത്. കോടിക്കണക്കിന് സ്വത്തുണ്ടായിരുന്നവരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. മക്കയിൽ നിന്ന് പോരുമ്പോ അവസാനം മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് ഒടുക്കം മക്ക നിവാസികൾ ചോദിച്ചൊരു ചോദ്യം ഇതാണ്: നിങ്ങൾ പോകുമെന്ന് ഉറപ്പാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം, കോടിക്കണക്കിന് സ്വത്ത് മക്കയിൽ വെച്ചുണ്ടാക്കിയതാണ്, അത് ഇട്ടേച്ചു പോകുമോ? അപ്പോൾ മുസ്അബ് പറയുന്നുണ്ട്, ഒരു കുഴപ്പം എനിക്കില്ല, അത് ഇട്ടേച്ചു പോകണം എന്താണോ ഞാൻ തയ്യാറാണ്. എന്തുകൊണ്ടെന്നാൽ എനിക്കതിനേക്കാൾ വലുത് എന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിളിയാളമാണ്. ആ വിളിയാളം കേട്ടു പോകുന്നിടത്ത് എന്ത് കോടി, എന്ത് സത്ത്, എന്ത് സ്വത്ത്, എന്ത് സമ്പത്ത്, അതെനിക്ക് ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട് മഹാന്മാരായ സ്വഹാബാക്കൾ. അങ്ങനെ എല്ലാം ത്യജിച്ചവർ, ഭാര്യയെ ത്യജിച്ചവർ, മക്കളെ ത്യജിച്ചവർ, തങ്ങളുടെ സ്വത്ത് ത്യജിച്ചവർ, അവരോടി ചെല്ലുമ്പോ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന്റെ കൈ പിടിച്ചിട്ട് ഞങ്ങളുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞ അൻസാറുകൾ, അവരെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ഇവരില്ലെങ്കിൽ സ്വർഗമില്ല, ഇവരില്ലെങ്കിൽ സ്വർഗത്തിൽ മറ്റാരുമില്ല. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ആദ്യമേ ഓടിയവർ, അല്ലാഹുവിന്റെ വിളിയാളം കേട്ടവർ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വിളിയാളം കേട്ടവർ, അല്ലാഹുവിന്റെ പ്രവാചകൻ പോയ വഴിയെ പോയവർ. അങ്ങ് എന്തു ചെയ്താലും അങ്ങേ അകലെ കാണുന്ന കടലിലേക്ക് ഊളിയിടണമെന്നാണ് ഞങ്ങളോട് ആവശ്യപ്പെടുന്നതെങ്കിൽ പറഞ്ഞാലും നബിയെ ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് പറഞ്ഞവർ. അങ്ങനെ പറഞ്ഞ ഏതു വലിയ പ്രാരാബ്ദങ്ങളെയും പ്രതിസന്ധികളെയും ജയിക്കാൻ കഴിയുന്ന വിധം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒട്ടി നിന്നവർ, അവരെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, അവരാണ് മുന്നേ നടന്നവർ. വസ്സാബിഖൂനൽ അവ്വലൂൻ, ആരാണവർ? മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലെയും അൻസാറുകളിലെയും സ്വഹാബാക്കളാണ്. പിന്നെ അവരുടെ കൂടെ നിൽക്കുന്നവരാണ് വല്ലദീന തബഊഹും ബിഇഹ്സാനി, അവരെ നന്മയോട് അനുധാവനം ചെയ്തവർ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, അനുധാവനം എന്നൊന്നില്ലെങ്കിൽ ഇസ്ലാമേ ഇല്ല. അനുധാവനമാണ് ഇസ്ലാം, തുടർച്ചയാണ് ഇസ്ലാം, ഇത്തിബാ ആണ് ഇസ്ലാം. വായിച്ചു കിട്ടിയ അക്ഷരങ്ങളുടെ കൂട്ടം പറച്ചിലുകളല്ല ഇസ്ലാം, മറിച്ച് മഹാന്മാരായ മുൻഗാമികളുടെ ജീവിത വഴികളിലൂടെ സ്ഫടിക സമാനമായ ശുദ്ധിയോടെ ജീവിച്ച മഹാരഥന്മാരെ അവരെ തുടരുമ്പോഴാണ് ഇസ്ലാം എന്ന് പറയുന്നതിനെ സാർത്ഥമായി നമുക്ക് കാണാൻ സാധ്യമാവുക. അതിനു പകരമായി ഒറ്റക്ക് പോകുന്ന ഒരു ഇസ്ലാം ഉണ്ടല്ലോ, അത് ഹിജറ പോയാൽ ആ ഹിജറയും അപകടകരമാണ്, ആ ഹിജറയും അപകടകരമാണ്. കേരളത്തിൽ നിന്ന് ചില ചെറുപ്പക്കാർ ഹിജറ പോയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോയി എന്നും ഇതേവരെ സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മുടെ ഈ നാഷണൽ ഏജൻസികൾ പോലും അങ്ങനെ സ്ഥിരീകരിച്ചു കാണുന്നില്ല. പിന്നെ പുകമറകൾ സൃഷ്ടിച്ച് പലരെയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പോകുന്നവർ യാഥാർത്ഥ്യമായി അങ്ങനെ തന്നെയാണെങ്കിൽ തീർത്തും തെറ്റു തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഹിജറയും അതിനനുബന്ധമായ ചില നിയമവ്യവസ്ഥിതികളുടെ ഭാഗമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നേരെ അങ്ങോട്ട് തന്നെ പോ, അവിടെയാണ് താങ്കളുടെ പ്രധാനപ്പെട്ട ജോലിയുള്ളത്, അങ്ങോട്ട് പോകണം, അവിടെയാണ് പ്രധാനമായി താങ്കളുടെ പരിപാടിയുള്ളത്
എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്. മക്കയുടെ അബാത്തിഹു മക്ക, മക്കയുടെ ചെരുവുകളിലേക്ക് ചെല്ലുക, എന്നിട്ട് അവിടെ പ്രബോധനം ചെയ്യൂ, അവിടെ നിൽക്കൂ, നിങ്ങൾക്ക് അവിടെയാണ് ആവശ്യം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഹിജറ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഹിജറ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാകണം എന്നതിന്റെ വ്യാഖ്യാനങ്ങൾ, പ്രമാണങ്ങൾ അത് കൃത്യമായി തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹിജറ ദാറുൽ ഫത്തഹിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഹിജറ പോകേണ്ടതില്ല. അതുകൊണ്ടാണ് മക്കയിൽ നിന്ന് പിന്നെ ഒരു ഹിജറ വേണ്ടെന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെയാണ് കരാറിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ഇസ്ലാമികമായ ആചാര അനുഷ്ഠാനങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ ചെയ്യാൻ സാധ്യമാവുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് നിന്ന് പിന്നെന്തിനാണ് ഹിജറ? എന്താണ് അതിന്റെ ആവശ്യം? മഹാന്മാരായ മുൻഗാമികൾ വന്നത് യമനിൽ നിന്നാണ്. യമനിൽ നിന്ന് ഇവിടെ വന്ന് അവർ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുമ്പോൾ അവരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനും തയ്യാറായ ഒരു നാട്. ആ നാടിന്റെ സാംസ്കാരികമായ ബഹുസ്വരതയുടെ കൂടെ ജീവിക്കാൻ ആ മഹാന്മാരായ ആളുകൾക്ക് സാധ്യമായിരുന്നു എന്നത് വസ്തുതയല്ലേ? എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് പിന്നെന്തിനാണ് ആടുമേക്കാൻ അങ്ങോട്ട് പോകേണ്ട കാര്യം? മുട്ടനാടിനെ പോലെ ഈ താടി വെച്ചിട്ട് കാര്യങ്ങൾ പറയാം, അങ്ങനെ തന്നെ ചിന്തിക്കാം, തങ്ങൾക്ക് തോന്നിയതാണ് ഇസ്ലാം എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. അതിനപ്പുറം പ്രമാണങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കണം. ആ പ്രമാണങ്ങൾ എന്ന് പറയുന്നതിൽ വളരെ വ്യക്തമാണ്. ഇസ്ലാമിക ജീവിതം നയിക്കാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യമുള്ള നാട്ടിൽ നിന്നൊരിക്കലും നാം ഹിജറ പോകേണ്ട ഒരു നിർബന്ധിതാവസ്ഥയും ഇസ്ലാം നമുക്ക് തരുന്നേയില്ല. മാത്രവുമല്ല, നമ്മുടെ മുൻഗാമികളായ ആളുകൾ ജീവിച്ചു പോന്നിട്ടുള്ളതും അതേ പാന്താവിലാണ്. നമ്മുടെ നാട് കേരളം എന്ന് പറയുന്ന ഈ സുഹൃതമായ മനോഹരമായ സാംസ്കാരികമായ ബഹുസ്വരതകൾ നിലനിൽക്കുന്ന നാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ മുസ്ലിങ്ങളായി തന്നെ ജീവിച്ചവരാണ്. മുസ്ലിങ്ങളുടെ ആത്മീകമായ വലിപ്പങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എത്രയോ മഹാരഥന്മാർ, മഹാനായ ഉമർ ഖാദിയിലൂടെ, സൈനുദ്ദീൻ മഖ്ദൂമുമാരിലൂടെ, ഇസ്ലാമിന്റെ ചരിത്രത്തിലെമ്പാടും കാണുന്ന മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ ആത്മീക പാരമ്യം ഉണ്ടായിരുന്നില്ലേ? ആ പാരമ്യം അവർ ഇസ്ലാമികമായ അർത്ഥത്തിൽ തന്നെ ജീവിക്കുമ്പോൾ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ, ഒരു തരത്തിലും ഒരു അനിസ്ലാമികമായ ആചാരങ്ങളോടും പൊരുത്തപ്പെടാതെ ജീവിക്കുമ്പോഴും അവർക്കൊരിക്കലും തോന്നിയിട്ടില്ലല്ലോ ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന്, നമ്മുടെ നാട് വിടണമെന്ന്. അവരുടെ കൂടെ കൈപിടിച്ചു നടന്നിരുന്ന നായർ തടവാടി ഉണ്ടായിരുന്നു, അവരുടെ കൈപിടിച്ചു നടന്നിരുന്ന ഹൈന്ദവ സഹോദരനുണ്ട്. അവർ ആർക്കു വേണ്ടിയാണ് ഏറ്റവും വലിയ യുദ്ധം ചെയ്തത്? സാമൂതിരി മഹാരാജാക്കന്മാർക്ക് വേണ്ടിയാണ്. അതായത് ഹൈന്ദവ രാജാവായ സാമൂതിരി വംശത്തിലെ രാജാക്കന്മാർ അവർ ഈ നാട് വാഴട്ടെ, ഞങ്ങൾക്ക് ആ നാടുവാഴിയുടെ ആ രാജാക്കന്മാരുടെ ഭരണം തന്നെ മതി എന്ന് പറയാൻ, പോർത്തുഗലിനോട് പോകണമെന്ന് പറയാൻ അവർ തന്റേടം കാണിക്കുക മാത്രമല്ല, അത് ജിഹാദാണെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചവരാണ് മുൻഗാമികളായ മഹാരഥന്മാർ. എന്നിട്ടെന്തേ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ തോന്നാൻ കാരണം? മുസ്ലിമായി ജീവിക്കാൻ ദമ്മാജിലേക്ക് പോകണമെന്നു. അതിന്റെ പ്രധാന കാരണം മുൻഗാമിയുടെ പ്രമാണബദ്ധമായ ഇസ്ലാമിക വ്യാഖ്യാനങ്ങൾക്കപ്പുറത്ത് സ്വന്തം തീരുമാനങ്ങളുമായി പോയി എന്നതാണ് നാം കാണേണ്ട പ്രധാനപ്പെട്ട അബദ്ധം. അതിനെന്ത് പേരുമിടാം. ചിലപ്പോ ഞാൻ എല്ലാ സലഫികളും കുഴപ്പക്കാരാണെന്ന് പറയുന്നില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ തമാശക്ക് പറയാം, ഒരു നല്ല നാൽക്കവലയിൽ നേർക്കുനേരെ നിന്ന് കൈതെറുത്തുന്ന അടിക്കാൻ പോലും വലിയ കാര്യമായ തണ്ടേടമില്ലാത്തവരായിരുന്നു പഴയ കാലത്തും ഇപ്പോഴുമുള്ളവരെന്ന് എനിക്ക് പറയാൻ കഴിയൂ. പക്ഷേ മറ്റൊന്ന് അവർ അപകടകരമായി ചെയ്തു വച്ചു. മറ്റൊന്നുമല്ല, തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കാം ഇസ്ലാമിനെ എന്ന അപകടകരമായ സന്ദേശം മുസ്ലിം ലോകത്തിന് നൽകിയപ്പോഴാണ് അതിന്റെ പരിണിതിയും ദുരന്തവുമായി തനിക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിച്ചവൻ ഏതൊക്കെയോ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ചില പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള ഫത്വകൾ, ആ ഫത്വകൾ ഓൺലൈനിൽ വായിച്ചിട്ട് കേരളീയ ഇസ്ലാമിക പശ്ചാത്തലത്തെയും അതിന്റെ സാംസ്കാരികമായ ഭാവങ്ങളെയും തിരിച്ചറിയാത്തവർ അവരാണ് ഈ നാട്ടിൽ നിന്ന് പോകുന്നത് എന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഹിജ്റയെ ഏതൊക്കെ തലത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടതും വിശദീകരിക്കേണ്ടതുമുണ്ട് എന്ന പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടത്. ഇന്നത്തെ ഈ അവസ്ഥയെ വളരെ കൃത്യമായി ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ അങ്ങനെയൊക്കെ വളരുന്നുവെങ്കിൽ അത് ഭീകരമായൊരവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന ബോധ്യം നമുക്കുണ്ടാകണം. തീർച്ചയാണ് ഇസ്ലാമിനൊരു വ്യവസ്ഥാപിതമായ സംവിധാനമുണ്ട്. എങ്ങനെ ഖുർആനെ വ്യാഖ്യാനിക്കണമെന്ന്, എങ്ങനെ ഹദീസുകളെ വ്യാഖ്യാനിക്കണമെന്ന്, എങ്ങനെ കർമ്മശാസ്ത്രത്തെ രൂപീകരിക്കണമെന്ന് ഇസ്ലാമിന്റെ പ്രമാണ പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായി പോകാൻ തീരുമാനിച്ചപ്പോഴുണ്ടായ അപകടങ്ങൾ നമ്മുടെ ഈ പുതിയ കാലത്ത് സംഭവിച്ചുവെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ നെഞ്ചത്തു കൈവച്ചു പറയേണ്ടത് ഞങ്ങളൊരു സമൂഹത്തെ പഴപ്പിച്ചുവോ എന്ന കൃത്യമായ വിചാരണ കൂടിയാകണം എന്ന് മാത്രം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ബോധ്യങ്ങൾ തരുമാറാകട്ടെ.